Debate with Dr. Arun Kumar. വഷളത്തരത്തിന്റെ ബ്രാൻഡ് അംബാസഡറെ പോലീസ് പൂട്ടി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്തിദേവി ആരാധിച്ചും നെക്സലേസ് മാലയുടെ പിന്നാമ്പുറം സ്വപ്നം കണ്ടും വഷളത്തരങ്ങൾ പിറുപിറുത്തും അശ്ലീല നൃത്തം ചെയ്തും അയാൾക്കിനി ജയിലിൽ കിടക്കാം. ഹണി റോസ് നൽകിയ പരാതിയിൽ അശ്ലീല പ്രചാരണവും ലൈംഗിക ചുവയോടെയുള്ള പരാമർശവും നടത്തിയതായി പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് കോടതി. പണത്തിന്റെ ഹുങ്കിൽ സ്ത്രീയുടെ മാനത്തിന് വില പറയുന്നവർക്കും നിയമസംവിധാനങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവർക്കും പാഠമാകാൻ പാകത്തിലുള്ള വിധി. ബോച്ചെ ഒരു വ്യക്തിയല്ല, മനോഭാവമല്ലേ എന്നതാണ് ശരി. ലൈംഗിക ദാരിദ്ര്യമുള്ള വഷള മനുഷ്യരുടെ ഹീറോ ആയി ഇനിയും ബോച്ചേമാരുണ്ടാകുമോ? വഷളന്മാർ പഠിക്കുമോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം അതിഥികളായി ഗായത്രി വർഷ, ഒപ്പം അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ നിരീക്ഷകരും ചേരുന്നു. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വറിലേക്ക്. അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ബോച്ചയുടെ കാര്യം വരുന്നതിന് മുമ്പ് ഇന്ന് ഹണി റോസ് താങ്കൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. താങ്കൾ അത് കണ്ടു കാണുമല്ലോ. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? ആദ്യം തന്നെ ഹണി റോസിന് എനിക്ക് വലിയ ബഹുമാനമാണ്. അത് വെറും ഒരു അലങ്കാരത്തിന് പറയുന്നതല്ല. ഹണിയുടെ ആദ്യ സിനിമയായ ബോയ് ഫ്രണ്ടിൽ ഒരു നിമിഷം രാഹുൽ, ഇപ്പോൾ കാക്കനാട് സബ് ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാട്ടി ഞാൻ തിരികെ വരാം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് പോലീസ് വാഹനം എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് മാറ്റിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ചില നാടകീയ രംഗങ്ങൾ കോടതിക്കുള്ളിൽ വെച്ചും കോടതിക്ക് പുറത്തും ഉണ്ടായതും നമ്മൾ കണ്ടു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ടുവരുന്ന വാഹനം കാക്കനാട് ജയിലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകരെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ കോടതിക്ക് പുറത്ത് വാഹനത്തെ തടയാനുള്ള ശ്രമം നടത്തിയിരുന്നു. കോടതിയിൽ തളർന്നു വീഴുന്ന ബോബി ചെമ്മണ്ണൂരിനെയും കണ്ടു. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഹണി റോസിനെതിരായിട്ടുള്ള ലൈംഗിക പരാമർശം നിൽക്കും, ഒപ്പം തന്നെ അശ്ലീല ചുവയോട് കൂടിയുള്ള പരാമർശം നിൽക്കും. ഈ വാഹനത്തിനുള്ളിൽ നമുക്ക് ബോബി ചെമ്മണ്ണൂരിനെ കാണാം. പോലീസ് വാഹനം ബോബി ചെമ്മണ്ണൂരുമായി ഇപ്പോൾ ജയിലിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നേരെ ജയിലിലേക്ക് ഇനി 14 ദിവസം റിമാൻഡിലേക്ക്. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ പോയേക്കാം. അഞ്ജലി ശ്രീജിത രാജ് ചേരുന്നുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുന്നു. പഴയ ആത്മവിശ്വാസമൊന്നുമില്ല. ശരീരഭാഷയിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ വല്ലാതെ ഇങ്ങനെയൊരു രംഗം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പല വേദികളിൽ ഹണി റോസിനെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോഴും അതൊരു മാർക്കറ്റിംഗ് നമ്മൾ വിശദീകരിക്കുകയായിരുന്നു. അല്ല, പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. തിരക്കുണ്ടാകാം. ഇത് വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടില്ല. അല്ല, ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. തുടർച്ചയായിട്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അഞ്ജലി ശ്രീജിത രാജ്, ചെറിയ പ്രഷർ ഒന്ന് ഡൗൺ ആയി വിധി കേട്ടപ്പോൾ കാലിൽ ചെറിയ പൊട്ടലുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആരോഗ്യമായി ഓക്കെയാണ്. പക്ഷേ അപ്പീൽ പോകുന്നുണ്ട് ജാമ്യത്തിനായി എന്നാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്, അല്ലേ അഞ്ജലി ശ്രീജിത രാജ്? അതെ അരുൺകുമാർ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രഷർ ഒന്ന് ഡൗൺ ആയിരുന്നു എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പക്ഷേ ഇപ്പോഴും വലിയ കോൺഫിഡൻസ് തന്നെയാണ് ജയിലിനുള്ളിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ ശിക്ഷയൊന്നും ആയിട്ടില്ലല്ലോ, കോടതിയിലേക്ക് ജാമ്യം നിഷേധിച്ചു എന്നത് മാത്രമാണുള്ളത് എന്ന ഒരു ആത്മവിശ്വാസത്തോടെയുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്കുകളാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ വലിയ കോൺഫിഡൻസ് തന്നെയാണ് ഉള്ളിലേക്ക് എത്തിയത്. പക്ഷേ വലിയ രീതിയിലുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ
ആദ്യം നമ്മൾ കണ്ടിരുന്ന ആ കോൺഫിഡൻസ് കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. 14 ദിവസം റിമാൻഡാണ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. നാളെ അപ്പീൽ പോകും. ജാമ്യത്തിനായി വീണ്ടും ശ്രമിക്കും. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. എന്നാൽ ഭാരതീയ ന്യായ സംഹിത 75(1)(1), 75(1)(4) അശ്ലീല പരാമർശം നടത്തുക, ലൈംഗിക ചേഷ്ട ഒപ്പം ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുക, അവ പ്രചരിപ്പിക്കുക, IT ആക്ടിലെ 67 ഇവയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചാർത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വറുണ്ട്, ഒപ്പം നടി ഗായത്രി വർഷയുമുണ്ട് അതിഥികളായി. അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, നേരത്തെ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയായിരുന്നു. അതിൽ ഹണി റോസ് പറയുന്നത്, പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എന്നാണ് ഹണി റോസ് പറയുന്നത്. ഇത് അല്പം കടന്ന വാചകമായി പോയോ രാഹുൽ ഈശ്വർ? ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ കാണുന്നു. അതിനോട് പൂർണ്ണമായും വിയോജിക്കുമ്പോഴും ഒരുപക്ഷെ ഹണി റോസ് ശ്രദ്ധിച്ചു കാണില്ല, അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഡ്രസ് കോഡുകളുണ്ട്. ശ്രീ അരുൺ അടക്കം കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം ഏറ്റവും ഡിബേറ്റ് ചെയ്ത് അങ്ങനെ അമ്പലത്തിലെ ഒരു ഡ്രസ് കോഡിനെ കുറിച്ചാണ്. എനിക്ക് പരിശുദ്ധ വത്തിക്കാനിൽ പോകാനൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാനിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഡ്രസ് കോഡ് നിർണയിച്ചിട്ടുണ്ട് എന്ന് ഹണി റോസ് മറക്കരുത് എന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന. 2, നിയന്ത്രണം എന്റെ പോകുന്നത് കൊണ്ടല്ല, സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പൊതുവേദിയിലേക്ക് പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ടാകണം. സാരി ഉടുത്തത് കൊണ്ട് ആർഷഭാരത സംസ്കാരം ആവില്ല. ഇപ്പം ടിപ്പ് ബർസാ പാനിയിൽ രവീന ടണ്ടൻ ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുകയാണെങ്കിൽ സംസ്കാരത്തിന്റെ അളവുകോലാണെന്ന് ആരും പറയില്ല. അപ്പോൾ വസ്ത്രധാരണത്തിൽ ചില മാന്യയും മിതത്വവും വേണം എന്ന് പറയുന്ന ഒരു വളരെ ലിമിറ്റഡ് പോയിന്റ് അല്ലേ. ഇനി ഒരു വരി കൂടി, ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണോ പുരുഷന്മാർക്കും ഉണ്ടോ? ഉറപ്പായിട്ടും പുരുഷന്മാരുടെ കാര്യത്തിലും വേണ്ടേ? പുരുഷന്മാരുടെ കാര്യത്തിൽ മാന്യത വേണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ 2, ഇതൊരു യാന്ത്രിക ചോദ്യമാണ്. സ്ത്രീ പുരുഷ ശരീരങ്ങൾക്ക് ഘടനാപരമായ വ്യത്യാസമില്ലേ? സ്ത്രീ പുരുഷ, നമ്മൾ അമ്പലത്തിൽ പോയി ഷർട്ട് ഊരിട്ടാണ് കയറുന്നത് എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഷർട്ട് ഊരിട്ടാണോ കയറുന്നത്? അപ്പൊ സ്ത്രീ പുരുഷ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മറയ്ക്കാതെ കയറിയില്ലേ നായ സ്ത്രീകളുടെ കാലത്ത്? അവിടെയാണ് ശ്രീ അരുൺ, മറയ്ക്കൽ സമരം നമ്മുടെ നാടിന്റെ നവോത്ഥാനമാണ്. തുറക്കൽ സമരമാണെങ്കിൽ അത് അധോഗമനമാണ്. തുറക്കൽ സമരം നമ്മുടെ കേരളത്തിൽ 3 വർഷം മുമ്പ് നടന്നിരുന്നു. ഫേസ്ബുക്ക് അടക്കം അത് ബാൻ ചെയ്തു. മറയ്ക്കൽ സമരം നവോത്ഥാനമാണ് അങ്ങൊക്കെ പറയുന്നത് പോലെ. പക്ഷെ തുറക്കൽ സമരം ഒരു നവോത്ഥാനമായി ചിത്രീകരിക്കരുത്. കാരണം നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ കണ്ടു വളരുകയാണ്. നമ്മുടെ 8ലും 9ലും 10ലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളിൽ ഇതൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും. നമ്മുടെ അമല പോൾ ഒരു പ്രമുഖയായ നടിയാണ്, പ്രഗത്ഭയായ നടിയാണ്. എറണാകുളത്തെ ഒരു കോളേജിൽ പോയി വളരെ ലോ നെക്ക് ലൈൻ ഉള്ള ക്ലീവേജ് പ്രദർശിപ്പിക്കുന്ന ഒരു ഡ്രസ്, വ്യാപകമായ വിമർശനം വന്നു. കാര്യം പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഉള്ള വേദിയാണ്. അവിടെ പോകുമ്പോൾ കുറെ കൂടെ മാന്യമായ വസ്ത്രധാരണം ധരിക്കണം. മാന്യത എന്ന് ഉദ്ദേശിച്ചത് എന്താണ് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ? നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ മാന്യത. ഇത് നിർവചിക്കാനും എഴുതിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. നെക്ക് ലൈൻ എത്ര താഴ്ച വേണമെന്നുള്ള അല്ല, നമ്മൾ കണ്ണടച്ചിരുട്ടാക്കണോ? ശ്രീ അരുൺ തന്നെ ആലോചിച്ചു. ഇനി ഒരു വരി കൂടി, അരുൺ ഇതിന് ഉത്തരവും പറയണം. ഹണി റോസിന്റെ വസ്ത്രധാരണം എന്തേ ഇങ്ങനെയെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ ഹണി റോസ് ഒക്കെ കുറച്ചുകൂടി അധികം വസ്ത്രം ധരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഹണി റോസിന്റെ അധിക വസ്ത്രധാരണമല്ല, വസ്ത്രം എങ്ങനെ ധരിക്കുന്നു, ഏത് ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കോവളത്ത് പോയിട്ടുണ്ട്. അതുപോലെയാണ് ഒരു പൊതുവേദിയിൽ ഇനോഗ്രേഷൻ വരുന്നത്. ഈ കോവളം ബിക്കിനി ഇട്ട് ആൾക്കാർ നദിയിൽ ഇറങ്ങുന്നതോ കടലിൽ ഇറങ്ങുന്നതോ പോലെ ബിക്കിനി ഇട്ടാണോ ആരെങ്കിലും ഇനോഗ്രേഷൻ പോകുന്നത്? എന്ത് ലോജിക്കാണത്? താങ്കൾ വിദേശത്ത് പോയിട്ടില്ലേ? ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട്. വിദേശ പല സ്ഥലങ്ങളിലും ആൾക്കാരെ സഞ്ചരിക്കുന്നില്ലേ രാഹുൽ? സാർ, വസ്ത്രം ഹണി റോസ് സാരി അല്ലേ ഉടുക്കുന്നത്, പക്ഷെ ആ സാരി ഉടുക്കുന്ന രീതിയല്ലേ നമ്മൾ നിയന്ത്രിക്കണ്ട. പക്ഷെ സോഷ്യൽ ഓഡിറ്റിംഗിന് ഹണി റോസ് വിധേയമാകണ്ടേ? ബോച്ചയുടെ വാക്കുകൾ സോഷ്യൽ ഓഡിറ്റിംഗിന് എന്തെങ്കിലും അവകാശം നമുക്കുണ്ടോ രാഹുൽ ഈശ്വർ? ബോച്ചയെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ? അപ്പൊ ഹണി റോസിന് അവകാശമില്ലേ? ഒരാൾ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ രാഹുൽ? വസ്ത്രം ധരിക്കുന്നതല്ലോ. ഒരു വരി കൂടി, താങ്കൾ അരുൺ, താങ്കളുടെ അടക്കമുള്ള ആരാധകർ ഇത് ശ്രദ്ധിക്കുമെന്ന് അങ്ങ് മറക്കരുത്. ബോച്ചയുടെ വാക്കുകൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ പറ്റുക? അവർക്ക് താല്പര്യമുള്ള വസ്ത്രം ധരിക്കുന്നു. അതിൽ ഇറുകിയ വസ്ത്രം ഉണ്ടാവാം, അയഞ്ഞ വസ്ത്രം ഉണ്ടാവാം. അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ? സാർ, ആ അമിത എക്സ്പോസർ സമൂഹത്തിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ? അത് ആർക്കാണ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക? സമൂഹത്തിന് ഉണ്ടാക്കില്ലേ? സെക്ഷുവലി കളേർഡ് റിമാർക്സ് മോശമല്ലേ? സെക്ഷുവലി കളേർഡ് റിമാർക്സ് നടത്തുന്നതല്ലേ ബോച്ചെ? അതല്ലേ ഈ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക? അപ്പൊ സെക്ഷുവലി കളേർഡ് ഡ്രസ്സിംഗ് മോശമല്ലേ? ഈ സെക്ഷുവലി കളേർഡ് ഡ്രസ് എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരുടെ ശരീരത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു ശരീരാവയവവും അവർ കാണിച്ചിട്ടില്ല, ശരിയല്ലേ?
അങ്ങനെ ഒരു ശരീരവയം ഉണ്ടോ? അങ്ങനെ അതാണ് എന്റെ ചോദ്യം. അതായത് സ്വകാര്യ ഭാഗം എന്ന് പൊതുസമൂഹത്തിൽ കാണിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിയമപരമായി അങ്ങനെ ചില ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് കുംഭമേളയിൽ പോകുന്നത് പോലെ മെട്രോയിൽ കയറാൻ പറ്റത്തില്ല. കുംഭമേളയിൽ മറ്റൊരു സാഹചര്യമല്ലേ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പലരും വിമർശിക്കും. ഒരു വസ്ത്രവും രാഹുൽ ഈശ്വർ നമ്മുടെ ഹണി റോസ് ധരിച്ചിട്ടുണ്ടോ? ഞാനതാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങ് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പുതുതലമുറയിൽപ്പെട്ട ആളല്ലേ? വിദേശത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ രാഹുൽ ഈശ്വർ. അപ്പൊ ഹണി റോസ് എന്റെ ഒരു സംശയം കൂടി, അതായത് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതല്ലേ എന്ന ചോദ്യം അങ്ങ് പിൻവലിക്കില്ലേ? കാര്യം അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതാണോ? ഒരാളുടെ വസ്ത്രത്തിന്റെ പുറത്ത് സോഷ്യൽ ഓഡിറ്റിംഗ് വേണോ എന്നൊരു നിലപാടെടുക്കുന്നത് മോശമല്ലേ? സ്വഭാവ പെരുമാറ്റ സംഭാഷണ പ്രസ്താവനകളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം എന്ന് പറയുന്നതല്ലേ പുരോഗമനപരം? ഞാൻ വത്തിക്കാനിൽ പോയിട്ടുണ്ട്. വത്തിക്കാനിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡ്രസ് കോഡ് ഇല്ലേ? നമ്മുടെ അമ്പലത്തിലും പള്ളികളിലും മാത്രമല്ലല്ലോ. അപ്പൊ ഈ ഡ്രസ് കോഡ്, മാന്യത, സഭ്യത ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെല്ലാം പിന്തിരിപ്പനാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഒരു ഓണസ്റ്റ് ആയിട്ട് ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യവാദി വേഴ്സസ് പുരോഗമനവാദിയാണ്. ആരൊരു പുരോഗമനവാദിയാണ്? എനിക്കറിയാം, ഞാൻ പാരമ്പര്യവാദത്തിൽ നിൽക്കുന്നതാണ്. ഈ എന്റെ ചോദ്യം ഇതല്ലേ? നോക്കൂ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, നമ്മുടെ പ്രശ്നം എന്താണ്? ഇതൊരാളുടെ അവകാശമല്ലേ ഒരു വസ്ത്രധാരണം? അതിൽ ബോച്ചയെ താങ്കൾ ന്യായീകരിക്കാൻ വന്ന ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഹണി റോസ്. ആരും ന്യായീകരിക്കുന്നില്ല. ബോച്ച ചെയ്തത് ശരിയാണ്. അല്ല, ഒരു കാര്യം കൂടി, അരുണിന്റെ പരിപാടിയാണ് ഞാൻ പല ചാനലിലും കോട്ട് ചെയ്തത്. അതായത് ബോച്ചെ അരുണിന്റെ പരിപാടിയിൽ വന്ന് മാപ്പ് പറയാൻ തയ്യാറാണെന്നും ഹണി റോസിന് വേദനയുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് തുറന്നു പറഞ്ഞു. ഇന്ന് ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കണം മാറ്റിയത്. അതായത് അങ്ങനെ മാപ്പ് പറഞ്ഞാൽ തെറ്റുണ്ടെന്ന് അഡ്മിഷനുമല്ലോ ആണെന്ന് രാമൻപിള്ള സാർ പറഞ്ഞു കൊടുത്തു കാണും. ബോച്ചെ അരുൺകുമാറിനോട് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ, നോക്കൂ, നമ്മളൊരു കുറ്റകൃത്യം ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇനി ഹണി റോസ് വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. പക്ഷേ ഹണി റോസിന് വേണമെങ്കിൽ പറയാം. അവരുടെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിന്റെ ശരീരത്തിൽ അവരുടെ അനുമതി ഇല്ലാതെ സ്പർശിച്ചു. അതാണ് 75-1-1 നിൽക്കുന്നത്. അത് നിൽക്കുന്ന ഒരു കേസാണ്. അത് അവരാണ് തീരുമാനിക്കുന്നത് എന്റെ ശരീരത്തിൽ സ്പർശിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. 75-1 ഒക്കെ നിൽക്കുമോ എന്ന് നമുക്ക് ഇത്രയും പബ്ലിക്കായി ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ വെച്ച് സ്പർശിച്ചതിൽ 75-1 നിലനിൽക്കുമോ? നിലനിൽക്കുന്ന കാര്യം 75-4 ആണ്. BNS-ന്റെ 75-ാം വകുപ്പിന്റെ 4-ാം ഉപവകുപ്പ് സെക്ഷുവലി കളേർഡ് റിമാർക്സ് കുന്തി എന്ന് പറയുന്നത് നിൽക്കും. ഒരു കാര്യം കൂടെ അങ്ങ് ശ്രദ്ധിക്കണം. അങ്ങയോട് മാപ്പ് പറഞ്ഞു, ഞാൻ അടക്കമുള്ളവർ കോൺടാക്ട് ചെയ്യുകയും വേണമെങ്കിൽ ഈ ഷഫാഖ് നാസ് എന്ന സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞതെന്നൊരു ന്യായീകരണം പറയാം. അവരാണ് മഹാഭാരതത്തിൽ കുന്തിയെ അഭിനയിച്ചത്. ഹണി റോസിനെ പോലെ സുന്ദരിയായ മറ്റൊരു സ്ത്രീയാണ്. അങ്ങനെ ആരും നമ്മുടെ ബോച്ചയെ ന്യായീകരിച്ചില്ല. അങ്ങ് ശ്രദ്ധിക്കണം. അങ്ങയുടെ ചാനലിനടക്കം വരുന്ന താഴത്തെ കമന്റുകളിൽ പോലും ഒരാൾ പോലും ബോച്ചയെ ന്യായീകരിച്ചില്ല. പക്ഷേ ഹണി റോസിനോടുള്ള വിമർശനം അരുൺകുമാറിനോടുള്ള വിമർശനം കൂടിയാണ്. മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പിനോടുള്ള വിമർശനം. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ അവർക്കുള്ള ചോയ്സ് ഉണ്ട്. ഇനി അവരിത് മോശമായിട്ടാണ്, ആ മോശം എന്ന് പറയേണ്ട ചോയ്സ് പോലും എന്റേതല്ലല്ലോ, അത് അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ ഏതെങ്കിലും അശ്ലീലതയുണ്ട്, ഒരു ഒബ്സീനായിട്ടുള്ള കാര്യമുണ്ട്, അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ ശരീരത്തെ നഗ്നത തുറന്നു കാട്ടി എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ആ അർത്ഥത്തിൽ BNS പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട കേസാണ്. അതല്ലാതെ നമുക്കൊരാളുടെ വസ്ത്രധാരണത്തെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. ഒരു നിമിഷം അങ്ങ് തുടരണം. ഗായത്രി ഭാഷയിലേക്ക് കൂടി ഞാൻ പോയി വരാം. ഗായത്രി ഭാഷ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. യഥാർത്ഥത്തിൽ ബോച്ചെ ചെയ്യാൻ ശ്രമിച്ചതും ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതുമായി ഒരു പോയിന്റ്, വസ്ത്രധാരണത്തിലെ സോഷ്യൽ ഓഡിറ്റിംഗ്. പക്ഷേ ഇവിടെ ബോച്ചെ ചെയ്തത് സോഷ്യൽ ഓഡിറ്റിംഗ് അല്ല, അത് വഷളത്തരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇപ്പോൾ 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതൊരു പാഠമാകുമോ എന്നതാണ് ചോദ്യം. ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഹണി റോസ് എഴുതിയതിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. ചെറിയൊരു വിഭാഗം അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹണി റോസിന്റെ പ്രതികരണത്തെയും കോടതി വിധിയെയും ഗായത്രി ഭാഷ കാണുന്നത്? ഹണി റോസിൻ്റെ പ്രതികരണം, രാഹുൽ ഈശ്വറിനെതിരായിട്ടുള്ള പോസ്റ്റ്, ഹണി റോസിനോട് ഏറ്റവും വലിയ ബഹുമാനത്തോടെ ഏറ്റവും മാന്യമായിട്ട് ഒരു വ്യക്തിക്ക് ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ട് തനിക്കെതിരെ ഉണ്ടാകുന്ന ഈ അവമതിപ്പിൻ്റെ ഭാഷയെ ഏത് രീതിയിൽ നേരിടാം എന്നുള്ളതിന് ഏറ്റവും മാന്യമായിട്ടാണ് ഹണി അതിനെ പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും അതിനകത്ത് കമൻ്റ് എനിക്ക് പറയാനില്ല. ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന തികഞ്ഞ സാംസ്കാരിക ബോധമുള്ള ഒരു പൗരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഹണി അതിനകത്ത് എടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തതും എനിക്ക് കൂടുതൽ കമൻറ്റ് ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനും താല്പര്യമില്ലാത്തതുമായ ഒരു കാര്യം, രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ ഈ ഡിബേറ്റ് കൊണ്ടുപോകുന്നതിനും ഇങ്ങനെ സമർത്ഥിക്കാനുമുള്ള പ്രേരണ എന്താണ്, ആവശ്യം എന്താണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാഹുൽ ഈശ്വറിനെ ഡോക്ടർ അരുൺ ഇത്രയും നേരം അഡ്രസ്സ് ചെയ്തത് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വറിനാണ്. ഈ അഡ്വക്കേറ്റ് എന്നുള്ളിടത്ത് രാഹുൽ ഈശ്വർ ഏത് ഭരണഘടന പഠിച്ചതാണ് എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തെ സ്വാതന്ത്ര്യം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും സമൃദ്ധമായുമുള്ള ജീവിതാവകാശമാണ്.
ആ പൂർണ്ണമായും സമൃദ്ധമായുമുള്ള ജീവിതാവകാശം എന്ന് നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ഹണി റോസ് എന്തേ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നു. ഇന്നലെ മുതൽ രാഹുലിൻ്റെ എല്ലാ ഡിബേറ്റിലും രാഹുൽ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഈ വിഷയം തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ നിൽക്കുന്നിടം വരെയുള്ളിടത്ത് രാഹുൽ ഈശ്വറിന് ഒരേ വാദമുഖങ്ങളും വാദ സ്റ്റേറ്റ്മെൻറ്റുകളും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നത്, എല്ലാവരോടും വളരെ വ്യക്തിപരമായി, ഇതൊന്നും വ്യക്തിപരമായി കാണേണ്ടതല്ല. ഇതൊരു രാജ്യത്ത് ജീവിക്കുന്ന നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് എന്നാണ് പറയുന്നെങ്കിൽ പോലും ഒരു സൊസൈറ്റിയിൽ ഒരാൾക്കുള്ള സ്വാതന്ത്ര്യവും അയാളുടേതായ താല്പര്യങ്ങളും നിയമവും അനുശാസിക്കുന്നിടത്ത് മാത്രമാണ് അതുണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹണി റോസ് എന്തേ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നൊരു ചോദ്യത്തിന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മറുപടി ബോച്ചയാണെന്ന് പറഞ്ഞത്. ഞാൻ ശ്രമിച്ചത് മാർക്കറ്റിങ്ങിൽ എൻഹാൻസ് ചെയ്യാനാണ് എന്നാണ് ബോച്ചെ പറഞ്ഞത്, അല്ലേ? മാർക്കറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്, എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് എന്ന് മാത്രമേ ബോച്ചെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹണി റോസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഹണിയെപ്പോലെ സുന്ദരിയായ ഒരു കുട്ടിക്ക് അവളെ ഇനാഗുറേഷന് വിളിക്കുന്ന സമയത്ത് അവളുടെ സൗന്ദര്യമാണ് അവളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം, അവളുടെ സൗന്ദര്യമാണ് അത്രയും വലിയ എലിജിബിലിറ്റി എന്നുള്ളത് കൊണ്ട് ആ സൗന്ദര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് ആ കുട്ടി ജീവിക്കുന്നത്. അവൾ തൊഴിൽ ചെയ്യുകയാണ്, അത് തൊഴിലായി അംഗീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആരാണ് ഈ സഭ്യതയുടെ അതിർവരമ്പ് സൃഷ്ടിക്കേണ്ടത്? അതിൻ്റെ അകത്ത് ആരാണ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടത്? ഇന്ത്യൻ നിയമത്തിനെതിരായിട്ടുള്ള ഒരു അതിർവരമ്പും ലംഘിച്ചുകൊണ്ടൊരു സ്ത്രീ ഇവിടെ തൊഴിലെടുത്തു, ഹണി റോസ് എന്ന് പറയുന്ന സ്ത്രീ തൊഴിലെടുത്തു എന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് നന്നായിട്ടറിയാം. ഏത് സ്ത്രീയാണ് അധിക്ഷേപിക്കപ്പെടാതിരിക്കുക? ഈ ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചതെങ്കിൽ ആ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്ത്രീ ശരീരത്തെ ഉപയോഗപ്പെടുത്തി വളരെ മോശം ഭാഷയിൽ സംസാരിച്ചു എന്നതാണ് അയാൾക്കെതിരെയുള്ള കുറ്റം. രാഹുൽ, ഒരൊറ്റ ചോദ്യം. ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിലെ ചില മനുഷ്യരുടെ അസ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ സ്ത്രീകൾ ഇനി എത്ര കാലം ഈ ശരീരം മൂടി നടക്കണം രാഹുൽ? ഫറാഷ് ഷിബിലയുടെ വാക്കുകളിൽ പറയാം. കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞാൽ നാളെ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫറാഷ് ഷിബില എന്ന സ്ത്രീയുടെ വാക്കുകളിൽ പറയാം. ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ ആൺനോട്ടങ്ങളെ വിപണന സാധ്യതയുള്ള ഏറ്റവും നല്ല രീതിയിൽ ഹണി റോസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് സ്ത്രീയായ, വനിതയായ, മോഡലായ, അഭിനേത്രിയായ ഫറാഷ് ഷിബില പറഞ്ഞത് കൂടി നമ്മുടെ ചർച്ചയ്ക്ക് പൊതുസമൂഹം വിധേയമാക്കണം. രാഹുൽ ഈശ്വർ പറയാൻ കഴിയാത്തതിന്റെ കാരണം, ഞാനിത് പറയുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിയെ സെക്ഷലി കളേർഡ് റിമാർക്സ് കൊണ്ട് ആക്രമിച്ചുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാകും. ഇനി രണ്ട്, ഗായത്രി മാഡവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തരുന്നത്. ആർട്ടിക്കിൾ 19ന്റെ ലിമിറ്റേഷനായി നമ്മുടെ ഭരണഘടന പറയുന്നത് ഡീസൻസിയും മൊറാലിറ്റിയും പബ്ലിക് ഓർഡറും കൂടിയാണ്. അതോടൊപ്പം ബാക്കി 6 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ ഈ ഡീസൻസിയും മൊറാലിറ്റിയും എന്നൊരു വകുപ്പ് നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട്. നമുക്ക് എവിടെയാണ് ആ ഡീസൻസി എന്ന് വാദിക്കാം, എന്താണ് മൊറാലിറ്റി എന്ന് വാദിക്കാം. പക്ഷേ അത് പഴയ വ്യാഖ്യാനമാണ്. അത് പോട്ടെ, മറ്റൊരു വിഷയം. എന്തായാലും ഡീസൻസി എന്നൊരു വാക്ക് അതിൽ ഉണ്ടെന്ന കാര്യത്തിൽ ഡോക്ടർ അരുൺകുമാർ ഇനി അതും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡീസൻസി ആണോ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ബോച്ചയുടെ കാര്യത്തിലും ഡീസൻസി ആവശ്യമാണ്, ഹണി റോസിന്റെ കാര്യത്തിലും ഡീസൻസി ആവശ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ, അവരുടെ ചോയ്സ് അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയായി? അതിനുള്ള ലിമിറ്റേഷൻ അല്ലേ ആർട്ടിക്കിൾ 19 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡീസൻസി പറയുന്നത്? അതിനുള്ള ലിമിറ്റേഷൻ അല്ലേ ഡീസൻസി എന്ന് പറയുന്നത്? അവിടെയാണ് ആ ഡീസൻസി അമല പോളിനും രാഹുൽ ഈശ്വറിനും ഡോക്ടർ അരുണും അല്ലെങ്കിൽ ഗായത്രി മാഡത്തിനും നമ്മുടെ ഹണി റോസിനും ബാധകമാണ്. ആ ഡീസൻസിയെ കുറിച്ച് രാഹുൽ മൊറാലിറ്റി വിടൂ, അത് മറ്റൊരു വിഷയമാണ്. ഡീസൻസിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഡീസൻസിയുടെ കാര്യത്തിൽ ഈ ഡീസൻസി ലംഘിക്കുമ്പോൾ, ഉദാഹരണത്തിന് അമിതമായ ശരീര വണ്ണമുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെ ബസ്സിൽ സഞ്ചരിക്കുകയാണ്, നിങ്ങൾ അവരെ ഡീസൻസി ഇല്ലാത്ത സ്ത്രീ എന്ന് വിളിക്കൂ? ഒരിക്കലും അത് പറയുന്നില്ല. നിങ്ങൾ ബോഡി ഷേമിംഗ് ആണല്ലോ അൾട്ടിമേറ്റ്ലി ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്യാൻ ശ്രമിച്ചത്. ബോഡി ഷേമിംഗ് ആണല്ലോ ബോബി ചെമ്മണ്ണൂർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു പരിധിവരെ രാഹുലും സാരിയെ കുറ്റം പറയുമ്പോഴും ശ്രമിക്കുന്നത് ആ സാരി മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ശരീരത്തെയാണല്ലോ രാഹുൽ അഡ്രസ് ചെയ്യുന്നത്. ഒരു വരിയിൽ അങ്ങ് കേൾക്കണം. ഹണി റോസിന്റെ തന്നെ ഡീസൻസി പഠിക്കാം. ഹണി റോസ് ഇന്നലെ കോടതിയിൽ വന്നത് എത്ര മാന്യമായി നല്ല രീതിയിൽ ഷോൾ ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചല്ലേ വന്നത്. ആ ഹണി റോസ് ആയിരിക്കണം നമുക്ക് മാതൃക. ആ ഹണി റോസ് ആയിരിക്കണം പൊതുവേദികളിലെ മാതൃക. അല്ലാതെ അതിനുള്ള അവകാശമൊന്നും നമുക്കില്ല രാഹുൽ. ഹണി റോസ് ഇന്ന വേഷമിട്ട് സംശയം ഇതാണ്, കോടതിയിൽ വരുന്ന വസ്ത്രമിട്ട് ഹണി റോസ് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയ്യോ എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് മാന്യത എന്നൊരു കാര്യവും ഡീസൻസി എന്നൊരു കാര്യവും എങ്ങനെയാണ് രാഹുൽ ഡിഫൈൻ ചെയ്യുക?
ഞാനല്ലല്ലോ, പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ രാഹുൽ അല്ലാതെ പൊതുസമൂഹത്തിൽ നമുക്കറിയാവുന്ന ഒരു പൊതുസമൂഹം എന്ന് പറയുന്നത് ഈ പറയുന്ന വഷളത്തരം പറയുന്ന ബോബി ചെമ്മണ്ണൂരാണ്. അല്ല ശ്രീ അരുണിന്റെ ചാനലിലെ അടക്കം കമന്റുകൾ വെറുതെ നോക്കിയാൽ മതി. കേരളത്തിലുള്ള എല്ലാ ചാനലിന്റെയും കമന്റ് നോക്കിയാൽ 99% ചാനലുകളും ഹണി റോസ് ജനന്മാർക്ക് എന്തുമാകാമല്ലോ, അവരെ പൊതുസമൂഹം എന്ന് വിളിക്കണോ? ഞാൻ വിതിൻ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത്തരം വൈകൃതങ്ങളുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങളെ പൊതുസമൂഹമായി എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ഹണി ഈശ്വർ എന്ന് പറയുന്ന ഹണി റോസ് എന്ന് പറയുന്ന നടി ഇങ്ങനെ വസ്ത്രം ധരിച്ചു വരുന്നതിൽ അസ്വസ്ഥതയുണ്ടാവൂ? ഹണി റോസ് എന്ന് പറഞ്ഞ പ്രഗത്ഭയായ കലാകാരി, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടി, തെലുങ്കിലടക്കം അഭിനേത്രിയായ വന്ന നടി, സാരി കുറെ കൂടെ മിതമായും മാന്യമായും ഉടുക്കണമെന്നാണ് അവരോട് താഴ്മയും ഇഷ്ടത്തോടു കൂടി. അതൊക്കെ ഒരു എന്താ പറയാ, പഴയ വൈബാണ്. അത് സൂര്യ നമ്പൂതിരിയുടെ വൈബാണ്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ ഹണി റോസ്, ഒരു നിമിഷം, രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ ഹണി റോസ് ഇപ്പോൾ ഈ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ, ഇത്തരം ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ വസ്ത്രധാരണവുമായിട്ട് വന്നാൽ രാഹുൽ ഈശ്വറിന് അസ്വസ്ഥതയുണ്ടാവൂ? രാഹുൽ ഈശ്വർ ഹണി റോസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. അതാണ് ഹണി റോസ് മെസ്സേജ്. താങ്കൾക്ക് അതിനുവേണ്ടി ഹണി റോസ് നിന്ന് കൊടുക്കരുത് എന്ന് മാത്രമേ എന്റെ സ്ട്രെയിറ്റ് ചോദ്യമാണ്. താങ്കളെ പോലൊരു വ്യക്തിക്ക് ഇത്രയും സമൂഹവുമായിട്ട് ഇടപഴകുന്ന, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിരിക്കുന്ന, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് രാഹുൽ ഈശ്വറിന് ഈ ഹണി റോസ് ഇങ്ങനെ വേഷം ധരിച്ച് താങ്കളുടെ മുന്നിൽ വന്നു നിന്നാൽ എന്ത് തോന്നും? സാർ, ഹണി റോസിന്റെ സൗന്ദര്യത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഹണി റോസ് അങ്ങനെ വസ്ത്രം ധരിച്ചാൽ സമൂഹത്തിൽ നിന്ന് മോശമായ അത് പറയൂ. രാഹുൽ ഈശ്വർ അവരെ ബോഡി ഷെയിം ചെയ്യുന്നു? ഇല്ലല്ലോ. രാഹുൽ ഈശ്വറിന് അവരുടെ ശരീരഭാഗങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കമന്റ് ചെയ്യാൻ തോന്നുന്നു? ഇല്ലല്ലോ. രാഹുൽ ഈശ്വർ അവരുടെ കൈപിടിച്ച് കറക്കാൻ തോന്നുന്നു? ഇല്ലല്ലോ. രാഹുൽ ഈശ്വർ ഒരു മാല ഇട്ട് കൊടുത്തിട്ട് അവരെ തിരിച്ചു പിടിച്ച് കറക്കി അവരുടെ ശരീരഭാഗം പ്രദർശിപ്പിക്കാൻ തോന്നുന്നു? ഇല്ലല്ലോ. അതൊന്നും ശരിയല്ല. അതൊന്നും ശരിയാന്ന് കേരളത്തിൽ ആരും പറഞ്ഞു. പിന്നെ രാഹുൽ ഈശ്വർ എന്ത് തോന്നുന്നു? അത് പറയൂ. രാഹുൽ ഈശ്വറിന് അങ്ങനെ, ഇനി ഹണി റോസ് അല്ല, വേദന എക്സ് ഒരു സ്ത്രീ ഇതേപോലെ വസ്ത്രം ധരിച്ച് താങ്കൾ പറയുന്നത് പോലെ ഹണി റോസിന് വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചു വന്നു നിന്നാൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഹണി റോസിനോട് ബഹുമാനത്തോടെ ഞാൻ പറയും, അത്തരം ഓവർ എക്സ്പോസിംഗ് ആയ വസ്ത്രം സമൂഹത്തിൽ നെഗറ്റീവായ സമൂഹത്തിന്റെ കാര്യമല്ല, ഞാൻ രാഹുൽ ഈശ്വറിന്റെ കാര്യം ചോദിച്ചു. രാഹുൽ ഈശ്വറിന് പറയൂ. രാഹുൽ ഈശ്വറിന് തോന്നാത്തത് ഏത് സമൂഹത്തിനാണ് തോന്നുക? നമുക്കൊന്ന് കാണണമല്ലോ. അവിടെ അങ്ങനെയല്ല. ഇനി അരുൺ, ഞാൻ കുറച്ചുകൂടെ തുറന്നു പറയാം. തുറന്നു പറയുന്ന വിഷമം തോന്നരുത്. മെയിൽ സെക്ഷുവാലിറ്റിയും ഫീമെയിൽ സെക്ഷുവാലിറ്റിയും വ്യത്യാസമാണ്. ആണുങ്ങളുടെ ലൈംഗികതയും സ്ത്രീകളുടെ ലൈംഗികതയും വ്യത്യാസമാണ്. ഇതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഈ നിരത്തിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ പണ്ട് ഈ തിരക്കുള്ള ബസ്സുകളിൽ ഈ പെൺകുട്ടികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുണ്ടല്ലോ രാഹുൽ. അവരുടെ കയ്യിലുള്ള ബ്ലേഡും അവരുടെ കയ്യിൽ പിന്നീട് പെപ്പർ സ്പ്രേയും ഒക്കെ കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ വസ്ത്രധാരണത്തിന്റെ കുറവ് കൊണ്ടാണോ? ഒരിക്കലുമല്ല സാർ. ഇത്രയും കലുഷിതമായ ലോകത്ത് കുറെ കൂടി ഒരു നിമിഷം രാഹുൽ. ഗായത്രി പ്ലീസ്. സത്യത്തെ പറയാലോ, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. വളരെയധികം ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഈ ചർച്ച ഇങ്ങനെ പോകുന്നതിൽ. ഇന്നലെ മുതൽ ഞാൻ കാണുന്നുണ്ട് എല്ലാ ചാനലുകളും രാഹുൽ ഈശ്വറിനെ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബോച്ചേനേക്കാളും കൂടുതൽ ഗുരുതരമായ ക്രൈം നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രവഹിക്കുന്ന ആൾ രാഹുൽ ഈശ്വറാണ്. ഇന്നലെ മുതൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അനാവശ്യമായ ഡിബേറ്റ് രാഹുൽ ഈശ്വർ ആദ്യം മുതലേ പറയുന്നുണ്ട്. പെർവേറ്റഡ് ആയിട്ടൊരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി, അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൽ ഡോമിനേഷൻ്റെ ലൈംഗികതയും താല്പര്യങ്ങളും തെറ്റാണ്. അങ്ങനെ തെറ്റായിരിക്കുന്ന ഒരിടത്ത് അതിനെ ട്രിഗർ ചെയ്യരുത്. അതാണ് ഹണി റോസിന് മേലെ രാഹുൽ ഈശ്വർ സമർത്ഥിക്കുന്ന കാര്യം. ഇപ്പം അങ്ങനെ ഒരു സൊസൈറ്റി അങ്ങനെ തന്നെ ആയിക്കൊണ്ട് വളരണം എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ പാഠങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നത്. എന്തുമായിക്കോട്ടെ, ഇന്ത്യൻ നിയമ സംഹിത പറയുമ്പം അത് വിട്ടേക്കൂ, അതിനെയല്ല നമ്മൾ പറയുന്നത്. അതിനെ അനുസരിച്ച് ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീ ആയിരിക്കും ഞാൻ. ഹണി റോസിനെ പോലെ തന്നെ ഒരു വർഷമായിട്ട് ഇതേ അനുഭവം ഉണ്ടാവുകയും പലപ്പോഴും ജീവിതം വളരെ നൈരാശ്യത്തിലേക്ക് പോവുകയും പലപ്പോഴും ഞങ്ങളുടെയൊക്കെ എനർജി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരിടത്ത് ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ്, ഞാൻ ഇന്നലെയും ചോദിക്കുന്നുണ്ട്, ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്നെ ലൈംഗിക അധിക്ഷേപങ്ങളോട് കൂടി എന്നെ ഈ സൈബർ ഇടത്തിൽ ഇത്രയധികം നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത്? അപ്പോൾ ഈ സമൂഹം ഇത്രയധികം അധപ്പതിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അധപ്പതിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് സംസാരം. അരുൺ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ.
പറഞ്ഞോളൂ. അരുൺ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. രാഹുൽ ഈശ്വറിനെ പോലെ ഒരാളെ കേട്ടോണ്ട് പ്രബുദ്ധമാകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു സമൂഹം നോക്കിയിരിക്കുന്നില്ല. കേരളത്തിലെ ഒരു പുരോഗമന സമൂഹം നോക്കിയിരിക്കുന്നില്ല, ഒരു അധോഗമന സമൂഹം നോക്കിയിരിക്കില്ല. ഇവിടെ കുറച്ചുകൂടി വിവരമുള്ള, കുറച്ചുകൂടി പക്വതയുള്ള, കുറച്ചുകൂടി സമൂഹത്തെ നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന, മറ്റൊരു താല്പര്യങ്ങളുമില്ലാതെ സമൂഹത്തെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ വിലപ്പെട്ട വാക്കുകളും ആശയങ്ങളും മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ട് പാഠങ്ങൾ പഠിച്ചു വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അത്. അപ്പം മാധ്യമം ഇത്രയും അധികം സ്പേസ് രാഹുൽ ഈശ്വറിന് കൊടുക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന്റെ പേരിൽ ഹണി റോസ് നേരിട്ട് രാഹുൽ ഈശ്വറിന് മറുപടി പറഞ്ഞേക്കുക. എനിക്കൊന്ന് ആ മറുപടി താങ്കൾ വായിച്ചിട്ടുണ്ടാവും. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ടും ഈ മനോഗതിയുള്ള മനുഷ്യർ പഠിക്കുന്നില്ലല്ലോ എന്നത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ രാഹുൽ ഈശ്വറിനെ ജയ് വിളിക്കുന്നവരുണ്ട്, ബോബി ചെമ്മണ്ണൂരിനെ ജയ് വിളിക്കുന്നവരുണ്ട്. ഇന്ന് നമ്മുടെ വാഹനത്തിന് മുന്നിൽ തടയാൻ ശ്രമിച്ചത് ഈ പറയുന്ന ആരാധകർ എന്ന് പറയുന്ന ഒരു കൂട്ടമാണ്. അല്ല, അവർക്ക് താല്പര്യം ഉണ്ടാവും. ഞാൻ സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ തെറ്റായ വാഗ്വാദങ്ങളുടെ ആളാണ്, വാദങ്ങളുടെ ആളാണെങ്കിൽ എന്തിന് മാധ്യമം ഇത്രയും സ്പേസ് രാഹുൽ ഈശ്വറിന് കൊടുക്കണം? ഈ പൊതുജനത്തെ വിഡ്ഢികളാക്കുകയാണോ നിങ്ങൾ? ഈ രാഹുൽ ഈശ്വർ ഇത്രയധികം ചൂടുള്ള ഒരു നാട്ടില്, നമ്മുടെ നാട്ടിലെ ഇതേപോലെ ചൂടുള്ളെടുത്ത് 3 പീസ് കോട്ടിട്ട് നടക്കുമ്പോൾ, ഇന്ത്യൻ ബാഡ്ജ് ഒരു കുത്തി വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള വാദങ്ങളുമായിട്ട് രാഹുൽ ഈശ്വർ നടക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർ അസ്വസ്ഥരാണ്. പക്ഷെ ഞങ്ങളത് പറയുന്നില്ല, ബിക്കോസ് അത് രാഹുലിന്റെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ ബോച്ചെ പൗരാണിക കാലത്ത് കേരളത്തിലുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങളോട് ഒട്ടും മസ്കുലർ അല്ലാത്ത ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഇത്രയും എക്സിക്യൂട്ടീവ് പദവിയിലിരിക്കുന്ന ഒരാൾ നടക്കുമ്പോൾ അദ്ദേഹത്തെ ചെറുതായി കാണുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. അതും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളുടെ ഡിബേറ്റിന്റെ വിഷയമല്ല. പക്ഷെ ഹണി റോസിനെ പോലെയുള്ള ഒരു കുട്ടി അവളുടെ തൊഴിലിന്റെ ഇടത്ത് അവൾ വസ്ത്രം ധരിക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യമായിരിക്കുന്നതിന് ഇവരിത്ര അസ്വസ്ഥരാവുന്നത് എന്തിനാണ്? അപ്പൊ സ്ത്രീകൾക്ക് നേരെയുള്ള പൊതുവായ അതിക്രമങ്ങളാണിത്. സ്ത്രീ ഒരു രംഗത്തേക്ക് ഉയർന്നു വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇതൊക്കെ താലിബാനിസമാണ്. 7ാം ക്ലാസ് വരെ സ്ത്രീ പഠിച്ചാൽ മതി എന്ന് താലിബാൻ പറയുമ്പോൾ ഇന്ത്യ അതിനപ്പുറത്തേക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത്തരം മാധ്യമം ചെയ്യേണ്ടത്. രാഹുൽ എന്ന് പറയുന്നത് ആ ഒരു കൺസർവേറ്റീവായ ഒരു സമൂഹത്തിന്റെ ന്യൂനപക്ഷമല്ല, അതൊരു ഗണനീയമായ സമൂഹമുണ്ട്, മാറേണ്ട സമൂഹമാണ്. അവരുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത് രാഹുൽ ഈശ്വരിലൂടെ. പക്ഷെ രാഹുൽ ഇപ്പോഴും പറയുന്നൊരു വാചകം നോക്കൂ, ആ സാരിയല്ല ഈ സാരിയാണ് ധരിച്ചു വരേണ്ടത് എന്ന് ഒരു പുരുഷനിൽ നിന്ന് ആജ്ഞാപിക്കുകയാണ്, ഒരു കമാൻഡോടുകൂടി പറയുകയാണ്. അതല്ലെങ്കിൽ അവർ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുമെന്ന് പറയുന്ന മനോനിലയിലേക്ക് ഒരു സമൂഹം എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ സമൂഹത്തിൽ ഇല്ല എന്ന് നമുക്ക് ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് കരുതി അവർ ഇല്ലാതെയാകുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതാണ്, നിയമം ശിക്ഷിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും ബോച്ചയ്ക്ക് ആരാധനയുമായി നടക്കുന്നവർ നമ്മുടെ സമൂഹ മാധ്യമത്തിൽ ഈ യൂട്യൂബിൻ്റെ കമൻ്റ് ഒന്ന് എടുത്തു നോക്കൂ. താങ്കൾ പറഞ്ഞതിനെതിരെ എത്രയെത്ര ആളുകൾ വന്ന് മോശം കമൻറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നാളെ രഹസ്യമായി കമൻറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ളൊരു സമൂഹത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതിൽ അവരെ എക്സ്പോസ് ചെയ്യേണ്ടതല്ലേ ഗായത്രി? ആണ്, തീർച്ചയായിട്ടും ആണ്. പക്ഷെ ഇത്ര കൂടുതൽ സ്പേസ് കൊടുക്കരുത്. കാരണം വലിയ വലിയ അഭിപ്രായങ്ങളുടെ സ്പേസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ ബോച്ച എന്തായാലും ബോച്ചയുടെ ആരാധകരുണ്ടാകാം, ബോച്ചയുടെ ആശ്രിതരുണ്ടാകാം, ഈവൻ ബോച്ചയുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ടാവാം. അവർക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ, ഇന്നത്തെ ആ ഫൈനൽ സിറ്റുവേഷനിൽ അവർക്ക് ആകുലതകളുണ്ടാവാം. 59-60 വയസ്സിനോട് അടുത്തൊരു വ്യക്തിയാണ്, അവിടെ തളർന്ന് വീണു എന്ന് പറയുന്നു. ആ വീണു എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തി, ശരി. പക്ഷേ എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയെക്കുറിച്ചോ ഡിയർ ആൻഡ് നിയർ ആയിട്ടുള്ളവർക്ക് ആകുലതകൾ ഉണ്ടാവാം. ആ ആകുലതകളാണ് എല്ലാം അദ്ദേഹത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് വിചാരിക്കരുത്. അദ്ദേഹം പോലും അവസാന സമയത്ത് പറയുന്നു, ഞാൻ ഇങ്ങനെ ഡബിൾ മീനിങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അതല്ലാന്ന് അദ്ദേഹത്തിന് അറിയാം. വളരെ ക്ലവർ ആയിട്ടുള്ള, വളരെ കണ്ണിങ് ആയിട്ടുള്ള, ഈ സമൂഹത്തിന്റെ എല്ലാ വൈകൃതങ്ങളെയും വളരെ കൃത്യമായി മാർക്കറ്റ് ചെയ്ത ഒരു ബിസിനസ്സുകാരനാണ്. ശ്രമിച്ച ഒരാളെയാണ് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. അതിന് സർക്കാർ കാണിച്ച താല്പര്യത്തിന്, സർക്കാരിൻ്റെ ജാഗ്രതയ്ക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. ഹണി റോസ് അടക്കം നന്ദി പറയുകയും ചെയ്തു. താങ്ക് യു ഗായത്രി വർഷ, രാഹുൽ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.